വരണ്ട, ഞാൻ വന്നിട്ട് കൊണ്ടുവരും. ഹലോ ഡിയേഴ്സ്, നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ട് സേഫായിട്ടൊക്കെ ഇരിക്കുന്നു വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ വെക്കേഷൻ ഞങ്ങളിത് ഇപ്പോൾ കൂടുതൽ വീട്ടിൽ തന്നെ ഉണ്ട്, പോയിട്ടില്ലേ. അപ്പോൾ ഇതേ ബക്കറ്റൊക്കെ കണ്ടോ, കനാലിൽ പോവാണേ. ഉച്ചയല്ല, ഒരു 11:30-12 മണി ആയെന്ന് തോന്നുന്നു കേട്ടോ. ആ ഒരു സമയത്താണ് ഞങ്ങൾ ഇറങ്ങിയത് കേട്ടോ. അപ്പോൾ കനാലിൽ പോയാൽ കുറച്ചേറെ സമയം വെള്ളത്തിലൊക്കെ കിടക്കണമല്ലോ, അതുകൊണ്ട് ഇച്ചിരി നേരത്തെ അങ്ങ് പോയി കേട്ടോ. അത് ഈ ഒരു കിണർ കണ്ടോ, ഈ ഒരു കിണറ്റിൽ നിന്നാണ് ഞങ്ങൾ പണ്ട് മുതലേ വെള്ളം എടുത്തുകൊണ്ടിരുന്നത്. അങ്ങനെ ഇത്രയും കുറച്ച് താഴോട്ട് ഇറങ്ങി വരണം. അങ്ങനെ ഞങ്ങൾ നല്ല നട്ടുച്ച വെയിലത്ത് താൽമത തോർത്തുമൊക്കെ തലയിലിട്ടുകൊണ്ട് പോകുന്നുണ്ട്. കേശപ്പന് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. എല്ലാ ദിവസവും പോയാൽ അവൻ അത്രയും സന്തോഷം. പിന്നെ എല്ലാ ദിവസവും പോകത്തില്ല, ചിലപ്പോൾ ഒന്നരവട്ടമൊക്കെ ഞങ്ങൾ പോവുള്ളൂ കേട്ടോ. അങ്ങനെ ഞങ്ങൾ നേരെ കനാലിലോട്ട് വെച്ച് പിടിക്കുകയാണ് കേട്ടോ. എൻ്റെ അമ്മ വെയിലത്തൊന്നും ഇറങ്ങല്ലെന്ന് പറയുന്ന സത്യം തന്നെ കേട്ടോ. നമ്മളിങ്ങനെ വെയിലൊക്കെ കൊള്ളുമ്പോഴേ എന്തോ പൊള്ളുമോ നമ്മുടെ ദേഹത്തോട്ടൊക്കെ ഇങ്ങനെ വെയിൽ വന്ന് അടിക്കുമ്പോഴേ. അതൊന്നും കണക്കാക്കിയില്ല, ഇച്ചിരി വെയിൽ കൊണ്ട് നടന്ന് ചെന്ന് വെള്ളത്തിലോട്ട് കിടക്കുമ്പോഴത്തേന് ആ ഒരു ഇതൊക്കെ അങ്ങ് മറക്കും കേട്ടോ. അങ്ങനെ ഞങ്ങൾ നേരെ കനാലിലോട്ട് നടന്ന് പൊയ്ക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു പൂ കണ്ടോ, ഇതാണ് നമ്മുടെ പണ്ടത്തെ നഖം. പണ്ട് നമ്മൾ നഖമൊന്നും വളർത്തത്തില്ലല്ലോ, പിള്ളേരായിരുന്ന സമയത്ത് ഇതൊക്കെ പറിച്ച് നഖമൊക്കെ വെച്ച് കളിച്ചിട്ടുണ്ടല്ലോ. അതൊക്കെ ഇത് ഈ ഒരു വഴിയിൽ കൂടെ ഒക്കെ പോകുമ്പോഴൊക്കെ ചെയ്തിട്ടുള്ള കാര്യമാണ്. പണ്ട് ആടിനും ഒക്കെ പോച്ച പറിക്കാനും ഒക്കെ ഇതുവഴി കൂടെ ആയിരുന്നു എപ്പോഴും പോകുന്നത്. അപ്പോൾ ഈ ഒരു തോട്, കുഞ്ഞു തോട് കണ്ടോ, ആ തോടിനകത്തൂടെ നല്ലപോലെ വെള്ളം പോകുന്നുണ്ടെങ്കിൽ കനാൽ തുറന്ന് വിട്ടിട്ടുണ്ടെന്നാണ് അർത്ഥം. അപ്പോൾ അവിടെ വന്നാണ് ആദ്യമേ നോക്കുന്നത് കേട്ടോ. അപ്പോൾ നോക്കിയപ്പോഴത്തേക്കും വെള്ളം ഒഴുകുന്നുണ്ട് നല്ലപോലെ. അപ്പോൾ അതിൻ്റെ അർത്ഥം കനാൽ തുറന്ന് വിട്ടിട്ടുണ്ട്, സന്തോഷമായി കേട്ടോ. ഇനി ഇച്ചിരി കൂടെ അങ്ങോട്ട് മേലോട്ട് കയറിയാൽ കനാലെത്തി കേട്ടോ. കണ്ടോ, കനാലിൽ നിറച്ച് വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ. അതായത് നമുക്ക് നല്ലപോലെ കുളിക്കാം. അതായത് കണ്ടോ, ഞാനും കേശപ്പനും കൂടി, എനിക്ക് നീന്താനൊന്നും അറിയത്തില്ല, വെറുതെ വെള്ളത്തിൽ കിടന്ന് കളിക്കുകയാണ്. വെള്ളത്തിൽ വെറുതെ അങ്ങ് മോളി വരെ പോകും, എന്നിട്ട് താഴോട്ട് ഒഴുകി വരും, മേളി വരെ വീണ്ടും പോകും, താഴോട്ട് ഇറങ്ങി വരും. ഇത് തന്നെ പരിപാടി കേട്ടോ. തുണിയൊന്നും വലുതായിട്ട് നനയ്ക്കാനൊന്നുമില്ല, കാര്യം വീട്ടിൽ കുളിക്കുമ്പോൾ അവിടെ നനയ്ക്കുമല്ലോ. അത് പിന്നെ നമുക്കുള്ള ഇല്ലാത്ത എന്തെങ്കിലും തുണിയൊക്കെ ഒപ്പിച്ചെടുത്തോണ്ടാണ്, ബെഡ്ഷീറ്റും അതും ഇതൊക്കെ എടുത്തോണ്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. എന്തെങ്കിലുമൊക്കെ നനയ്ക്കണമല്ലോ, അതിന് വേണ്ടിയിട്ട്. കണ്ടോ, നല്ല തണുപ്പാണ് വെള്ളത്തിന് കേട്ടോ. കുളിച്ച് കഴിയുമ്പോൾ നല്ലൊരു സുഖമാണ്. പിന്നെ തിരിച്ച് വെയിലത്ത് വീടെത്തുമ്പോഴത്തേക്കും കുളിച്ചത് ഏതാ കുളിക്കാത്ത ഏതാണെന്ന് അറിയത്തില്ല കേട്ടോ. ആ ഒരു അവസ്ഥയിലാകും, എന്നാലും വേണ്ടില്ല. അങ്ങനെ ഞങ്ങളിത് തണുത്ത വെള്ളമൊക്കെ ആയിട്ടാണ് വന്നത്. ഞാൻ ഫ്രീസറിൽ ഒരു കുപ്പി വെള്ളം എടുത്ത് വെച്ചേക്ക്, എന്നിട്ട് അതും കൊണ്ടുവരും. കാര്യം വെയിലത്തിരിക്കുമ്പോഴത്തേക്കിനും അത് കറക്റ്റ് നമുക്ക് കുടിക്കാൻ പാകത്തിലാകും. അങ്ങനെ ആ വെള്ളമൊക്കെ കുടിച്ചിട്ട് ഞങ്ങൾ പിന്നെ നേരെ തിരിച്ച് വീട്ടിലോട്ട് കേട്ടോ. അപ്പോൾ ഈ തിരിച്ച് നടക്കുമ്പോൾ ഈ ഒരു കയറ്റം കൂടെ കയറി കഴിഞ്ഞാലേ നമ്മുടെ വീടെത്തുള്ളൂ. കണ്ടോ, റബ്ബറും തോട്ടമാണ് ഇത് മൊത്തം കേട്ടോ. റബ്ബറായതുകൊണ്ട് നല്ല ചൂടാണ്. കൊണ്ടുവന്ന പാടെ തുണി വിരിച്ചിട്ട് കേട്ടോ, 5 മിനിറ്റ് കൊണ്ട് തുണിയൊക്കെ ഉണങ്ങി. തുണി ഉണങ്ങിയ പോലെ തന്നെ എൻ്റെ മുടിയും നോക്കും ഒരുമാതിരി ചവറ് പോലെ കിടക്കുന്ന കേട്ടോ. കനാലിൽ കുളിച്ചുകൊണ്ടാണോ എന്നറിയത്തില്ലേ. പിന്നെ ഞങ്ങൾ ഒരു 11:30 ആയപ്പോൾ പോയതുകൊണ്ട് ചോറിന് വലിയ കറിയൊന്നും ഉണ്ടാക്കിയില്ലായിരുന്നേ. അപ്പോൾ വന്ന പാടെ നല്ല വിശപ്പാണ്. നമുക്ക് കുളിച്ച് കഴിയുമ്പോൾ വിശപ്പാണ്. പിന്നെ കനാലിലെ വെള്ളത്തിലൂടെ കിടന്നുകൊണ്ട് നല്ല വിശപ്പ്. പിന്നെ നേരെ 2 ബിരിയാണി ഓർഡർ ചെയ്ത് കേട്ടോ. അങ്ങനെ അപ്പം തന്നെ അത് വന്നു. പിന്നെ ഒരു ബിരിയാണി എടുത്താൽ ഞാനും കേശപ്പനും കൂടെ ഇത് എടുത്താൽ കേട്ടോ. അതുകൊണ്ട് അത് ഇങ്ങനെ മിക്സായൊക്കെ കിടക്കുന്നത്. അപ്പോൾ ഒരു കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.